തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയില്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ ഒരു പദമാണ്, ഗുരുവായൂരപ്പൻ്റെ തന്നെയാണ്. അത് കണി കാണുന്ന നേരം എന്നുള്ള ശീലം എന്ന ആ ഒരു രാഗത്തിലാണ് ഈ പാട്ട് പാടുന്നത്. പിന്നെ അത് നന്നായിട്ട് പാടി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ പാട്ട് നോക്കണ്ട, പാടി നമ്മൾ ഡാൻസാണ്, നമുക്ക് ഡാൻസ് തിരുവാതിരക്കളിയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അത് നോക്കി ഈ പാട്ട് എടുത്ത് നമുക്ക് ചെയ്യാം. നല്ല പാട്ടാണ്, വളരെ ചെറിയ പാട്ട്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ് എല്ലാവർക്കും. അത് ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റെപ്സ് ആണെങ്കിലും വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. അപ്പോൾ തുടക്കക്കാർക്ക് വരെ ഇത് ചെയ്യാം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഇതെല്ലാം ചെയ്യാം. കുറച്ച് പേർക്ക് പെട്ടെന്ന് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു പാട്ട് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള പാട്ടാണ്. പാട്ടും അതിൻ്റെ ചുവടുകയും അതും വളരെ സിമ്പിളായിട്ടാണ് ഇട്ടിരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. നമുക്ക് പുതിയ സ്റ്റെപ്പ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് പാട്ടും കൂടെ ആയിട്ടാണ് എടുത്തത്. അതിൻ്റെ ബാക്കി എടുക്കാൻ പോകുന്ന ഒരു ചെറിയ ഒരു പദമാണ് എടുക്കുന്നത്. നമുക്ക് തുടങ്ങാം. സ്റ്റെപ്പ് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ വലത് കാലാണ് ചവിട്ടുന്നത്. 1 2 3 4. പിന്നെ നമ്മൾ ഇടത് കാലാണ് 1 2 3 4. ഇപ്പോൾ 1 പറയുമ്പോൾ 1 നമ്മുടെ മുട്ടൊന്ന് മടക്കി കൊടുത്തു, കണ്ടോ? 1 2 3 4. ഇടത് കാല് 1 2 3 4. ഇപ്പോൾ വലത് കാല് കുറച്ച് നീക്കി മുട്ട് മടക്കി 1 ചവിട്ടി, ഇടത് കാല് 2 വലത് കാലിൻ്റെ അടുത്ത് വെച്ചു, വലത് കാല് 3 ഇടത് കാല് 4. ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് തന്നെ കൈ എടുക്കുമ്പോൾ 1 2 3 4. ഇടത് വശത്തോട്ട് ചെയ്യുമ്പോൾ 1 2 3 4. നമ്മളിത് കറങ്ങിയാണ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു തരാം കൈ എങ്ങനെയാണെന്ന്. കൈയും കൂടി എടുത്ത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഒരാൾ അകത്തോട്ട് ഒരാൾ പുറത്തോട്ട് അടിച്ച് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുന്ന ആൾ പുറത്തോട്ട് ചെയ്യണം. ഒന്ന് കുറിച്ച് കാണിച്ചു തരാം. കൈ കാലിതാണ് 1 2 3 4. ഇതാണ് കാല്. കൈ 1 2 3 4. കൈ കൂടെ ഇട്ടു. ഇത് നമ്മൾ തിരിച്ചിങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചെയ്തപ്പോൾ വലത് കാല് ചവിട്ടി 1 2 3 4. വലത് കാല് ചവിട്ടി വലത് കൈയും എടുത്തു. നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ ഇടത് കാല് ഇടത് കൈയും 1 2 3 4. കണ്ടോ? ഇങ്ങനെയാണ്. അപ്പം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. ഇത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വരണം. സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പാട്ട് കൂടി ഇട്ടിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. കൂടാതെ അപരാധ ജലമറിവോടും ചെയ്തേൻ പരമീഠം. അറിവു കൂടാതെ അപരാധ ജലമറിവോടും ചെയ്തേൻ പരമീഠം. നമ്മൾ റൗണ്ട് ചെയ്ത് വരണം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണം. ജലമറിവോടും ചെയ്തേൻ പരമീഠം. അറിവു കൂടാതെ അപരാധ ജലമറിവോടും ചെയ്തേൻ പരമീഠം. നമ്മൾ കറങ്ങി വരികയാണ് ഇങ്ങനെ. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു തരാം. സ്റ്റെപ്പ് ഇത് തന്നെയാണ്, നമ്മളിപ്പോൾ പഠിച്ച പോലത്തെ സ്റ്റെപ്പ് തന്നെ. 1 2 3 4 1 2 3 4 1 2 3 4. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തില്ല. അത് തന്നെ വലുതുകാര് 1 2 3 4 1 2 3. ഇതിലധികം ഇതേ തരം സ്റ്റെപ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കൈക്ക് മാത്രം മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതാ 1 2 3 4 1 2 3 4. നമ്മൾ കുറച്ച് ആദ്യം നമ്മൾ സ്ലോയിലെടുത്തു, ഇത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്ലോ പിന്നെ ഫാസ്റ്റ് അങ്ങനെയാണ്. അപ്പം 1 2 3 4 1 2 3 4. സെയിം സ്റ്റെപ്പാണ്. 1 2 3 4 1 2 3 4. നമ്മൾ ചെയ്യുമ്പോൾ 1 2 3 4 1 2 3
4 ഈ സ്പീഡിൽ ചെയ്യണം. 1 2 3 4 1 2 3 4 ഇതാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 അങ്ങനെ സ്റ്റെപ്പ് വരുന്നത്. അപ്പം അതിൻ്റെ കൈ കൂടെ പറഞ്ഞു തരാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ വെറുതെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1 2 3 4 കണ്ടോ 1 2 3 4 ഇങ്ങനെ എടുത്തു. ഇവിടുന്ന് കറക്കി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് കൈ താഴ്ത്തും. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈ എടുത്തു. ബട്ട് ഇത് മിക്കവർക്കും അത് സംശയം വരുന്നുണ്ട്. എൻ്റെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പലർക്കും സംശയം വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൈ ഇങ്ങനെ അകത്തുനിന്ന് കൈ പുറത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് അകത്തോട്ട് കൊണ്ടുവന്നിട്ട് കൈ ഒന്ന് വിട്ടേക്കണം. അപ്പം അകത്ത് കൈ വെച്ചു, അവിടുന്ന് പുറത്തോട്ട് കൈ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നു, ഇവിടുന്ന് തിരിച്ച് താഴെ കണ്ടോ. ഇതാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 ആ ഒരു 1 2 കൂടെ ചേർത്ത് ചെയ്യുന്നുണ്ട്. അപ്പം 1 2 3 4 1 2 3 4 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 രണ്ട് സൈഡിൽ ഒരുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നൂടെ പറഞ്ഞു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 ആ 1 2 മാത്രം 1 2 ചെറുതായിട്ട് 1 2 ഒന്ന് ചാഞ്ചാടിയിട്ട് 1 2 കേട്ടോ അത്. അപ്പോൾ 1 2 3 4 1 2 3 4 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, വളരെ ഈസി. നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ച സ്റ്റെപ്പ് തന്നെയാണ്. ഒത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യുന്നു, കുറച്ച് ഫാസ്റ്റായിട്ട്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് പാട്ടും കൂടെ ഇട്ട് ചെയ്യാം. പാട്ട് പാടി ചെയ്യാം. ഹൃദയുള്ളത്തിൽ പരിപാമുട്ടും ഗുരുവായൂരപ്പ ഭഗവാനേ, ഹൃദയുള്ളത്തിൽ പരിപാമുട്ടും ഗുരുവായൂരപ്പ ഭഗവാനേ, ഹൃദയുള്ളത്തിൽ പരിപാമുട്ടും ഗുരുവായൂരപ്പ ഭഗവാനേ, ഹൃദയുള്ളത്തിൽ പരിപാമുട്ടും ഗുരുവായൂരപ്പ ഭഗവാനേ. നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ അല്ലേ? സ്റ്റെപ്പ് അത് തന്നെയാണ് കേട്ടോ. അപ്പം ഒന്ന് ചെറുതായിട്ട് ചാഞ്ചാടി കൊടുത്താൽ മതി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി കാണാം, ചെയ്യാം. നോക്കാം നമുക്ക്. ശരി. പാട്ട് പാടി ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്ത് നോക്കാം. റെഡിയാണല്ലോ? ശരി. തിരിച്ചാണ്. അവിടെ മറ്റന്നാൾ ചെയ്യേണ്ടത്. നമ്മൾ അറിവ് കൂടാതെ എന്നുള്ളത് ഞാനിത് മാറി ചെയ്തതാണ്. അപ്പോൾ അവരും കൂടെ അറിവ് കൂടാതെ അത് തന്നെയാണ് ചെയ്തത്. അറിവ് കൂടാതെ അതറിയാം, നമ്മൾ ആദ്യം ചെയ്തതാണ്. അറിവ് കൂടാതെ അത് കഴിഞ്ഞിട്ട് അത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് ആരും കൂടാതെ കൂടെ വന്നു. അത് കുഴപ്പമില്ല. അത് നിങ്ങൾ പഠിച്ച സ്റ്റെപ്പ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ.
വളരെ തിരുവാതിരക്കളി കണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആരുമില്ല, ഞാൻ തന്നെയാണ് ഇന്ന്. എൻ്റെ സ്റ്റുഡൻസ് ഒന്നും വന്നിട്ടില്ല. ഞാനും ഒരു ദീർഘയാത്രയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറേ ദിവസം വിടാൻ പറ്റിയില്ല. ഒരു തീർത്ഥയാത്ര കാശിയിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ കുറച്ചൊരു ഇതൊക്കെ ആയിട്ട് ഒരു അസുഖമൊക്കെ വന്നു. അങ്ങനെ ഇത് ക്ലാസ് തുടരാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇപ്പം ആഗ്രഹമായത് വന്നില്ല, ആരും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ എടുത്ത് ക്ലാസ് മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഇവിടെയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഇത്ര നേരം കണ്ടതിന് നന്ദി, നമസ്കാരം.